എല്ലാവർക്കും സുഖാണെന്ന് വിശ്വസിക്കുന്നു. കാരുണ്യ സമഗ്ര ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതിയിലേക്ക് 300 കോടി രൂപ അനുവദിച്ചതായി ധനമന്ത്രി കെ എൻ ബാലഗോപാൽ അറിയിച്ചിട്ടുണ്ട്. കാരുണ്യവുമായി ബന്ധപ്പെട്ട വിശദമായ വിവരങ്ങളാണ് വീഡിയോയിൽ പറയുന്നത്. പല ആളുകൾക്കും പല സംശയങ്ങളാണ് ഉള്ളത്. 5 ലക്ഷം രൂപയുടെ ചികിത്സ ലഭിക്കുന്ന കാരുണ്യ പദ്ധതിയുടെ ഏറ്റവും പുതിയ അറിയിപ്പുകളാണ് പറയുന്നത്. വീഡിയോയുടെ വിശദാംശങ്ങളിലേക്ക് കടക്കുന്നുണ്ട്. കൂടുതൽ ആളുകളിലേക്ക് ഇൻഫർമേഷൻ എത്താൻ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഫേസ്ബുക്കിലൂടെ കാണുന്ന ആളുകൾ ഫോളോ ചെയ്യുക. വീഡിയോയുടെ വിശദമായ വിവരങ്ങളിലേക്ക് വരാം. കാരുണ്യ ആരോഗ്യ സുരക്ഷാ പദ്ധതി കാസ്പിലേക്ക് 300 കോടി രൂപ കൂടി അനുവദിച്ചതായി ധനമന്ത്രി കെ എൻ ബാലഗോപാൽ അറിയിച്ചു. ഈ സാമ്പത്തിക വർഷം ഇതുവരെ 978.54 കോടി രൂപയാണ് പദ്ധതിക്കായി നൽകിയത്. ബജറ്റിൽ വകയിരുത്തിയിരുന്നത് 679 കോടി രൂപയും രണ്ടാം പിണറായി സർക്കാർ വന്നതിന് ശേഷം 4267 കോടി രൂപയാണ് കാസ്പ് പദ്ധതിയിലേക്ക് വകയിരുത്തിയിട്ടുള്ളത് എന്നും ധനമന്ത്രി വ്യക്തമാക്കി. കുടുംബത്തിൽ പ്രതിവർഷം 5 ലക്ഷം രൂപ വരെ സൗജന്യ ചികിത്സ ഉറപ്പാക്കുന്ന കാസ്പിൽ ദരിദ്രരും ദുർബലരുമായ 41.99 ലക്ഷം കുടുംബക്കാർക്കാണ് സൗജന്യ ചികിത്സ ഉറപ്പാക്കുന്നത്. സ്റ്റേറ്റ് ഹെൽത്ത് ഏജൻസിക്കാണ് ഇതിന്റെ നടത്തിപ്പ് ചുമതല. 1050 രൂപയാണ് ഒരു കുടുംബത്തിന്റെ വാർഷിക പ്രീമിയം നിശ്ചയിച്ചിട്ടുള്ളത്. 18.02 ലക്ഷം കുടുംബത്തിന്റെ പ്രീമിയം പൂർണ്ണമായും സംസ്ഥാന സർക്കാരാണ് വഹിക്കുന്നത്. 23.97 ലക്ഷം കുടുംബത്തിന്റെ വാർഷിക പ്രീമിയത്തിൽ 418 രൂപ 80 പൈസ സംസ്ഥാനം വഹിക്കുന്നുണ്ട്. ഇത്രയും കുടുംബങ്ങളുടെ പ്രീമിയത്തിന്റെ ബാക്കി ഭാഗമാണ് കേന്ദ്ര സർക്കാർ നൽകുന്നത് എന്നും മന്ത്രി അറിയിച്ചു. കുടുംബാംഗങ്ങളുടെ എണ്ണമോ പ്രായമോ നോക്കാതെയാണ് പദ്ധതിയിൽ അംഗത്വം നൽകുന്നത്. ഒരു കുടുംബത്തിലെ മുഴുവൻ വ്യക്തിക്കോ അല്ലെങ്കിൽ ഒരു വ്യക്തിക്കോ മാത്രമായോ പദ്ധതിയുടെ സഹായം ലഭിക്കും. ഇതിന് മുൻഗണനാ മാനദണ്ഡങ്ങൾ ഒന്നുമില്ല. അംഗത്വം നേടുന്നതിന് ഒരുവിധം ഫീസും ഈടാക്കുന്നില്ല. സേവനം പൂർണ്ണമായും സൗജന്യമാണ്. കേരളത്തിൽ 197 സർക്കാർ ആശുപത്രികളിലും 4 കേന്ദ്ര സർക്കാർ ആശുപത്രികളിലും 364 സ്വകാര്യ ആശുപത്രികളിലും നിലവിൽ പദ്ധതിയുടെ സേവനം ലഭ്യമാണ്. സർക്കാർ സ്വകാര്യ ആശുപത്രി എന്ന് പരിഗണനയില്ലാതെ തിരഞ്ഞെടുക്കപ്പെട്ട എല്ലാ സ്ഥാപനങ്ങളിലും പണം ഈടാക്കാതെ ചികിത്സ ലഭിക്കും. മരുന്നുകൾ, അനുബന്ധ വസ്തുക്കൾ, പരിശോധനകൾ, ഡോക്ടറുടെ ഫീസ്, ഓപ്പറേഷൻ തിയേറ്റർ ചാർജുകൾ, ICU ചാർജ്, ഇംപ്ലാന്റ് ചാർജ് എന്നിവയും ഇതിൽ ഉൾപ്പെടുന്നതാണ്. 25 സ്പെഷ്യാലിറ്റികളിലായി 1667 പാക്കേജുകൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. കൂടാതെ സർക്കാർ വിഭാവനം ചെയ്തിട്ടുള്ള 89 പാക്കേജുകളിലും സൗജന്യ ചികിത്സ ലഭ്യമാണ്. പാക്കേജുകളിൽ ഉൾപ്പെടാത്ത ചികിത്സക്കായി അൺസ്പെസിഫൈഡ് പാക്കേജുകൾ ഉപയോഗിക്കാം. ചികിത്സക്ക് ആശുപത്രികളിൽ പ്രവേശിപ്പിക്കുന്നതിന് 3 ദിവസം മുമ്പുള്ള ചികിത്സ സംബന്ധമായ ചെലവുകളും ആശുപത്രി വാസത്തിന് ശേഷം 15 ദിവസത്തെ ചികിത്സകളും മരുന്നുകളും ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം പദ്ധതിയിൽ നൽകുന്നുണ്ട്. കാരുണ്യ ആരോഗ്യ സുരക്ഷാ പദ്ധതിയുടെ കാർഡില്ലാത്തവർക്കും ഗുണഭോക്താക്കൾ അല്ലാത്തവർക്കും 3 ലക്ഷം രൂപയിൽ വാർഷിക വരുമാനം താഴെ ഉള്ളവർക്ക് ഒറ്റത്തവണത്തേക്ക് 2 ലക്ഷം രൂപയുടെ ചികിത്സാ സൗകര്യവും കാരുണ്യ ബെനവലന്റ് ഫണ്ട് സ്കീം വഴി നൽകുന്നുണ്ട്. കിഡ്നി സംബന്ധമായ അസുഖങ്ങൾ ഉള്ളവർക്ക് 3 ലക്ഷം രൂപ വരെ സൗജന്യ ചികിത്സ ഇതിലൂടെ ലഭിക്കും. കാസ്പ് ചികിത്സ ലഭിക്കുന്ന എല്ലാ ആശുപത്രികളിലും കാരുണ്യ ബെനവലന്റ് ഫണ്ട് ആനുകൂല്യവും ലഭിക്കുന്നതാണ് എന്നും ധനമന്ത്രിയുടെ ഓഫീസ് വാർത്താക്കുറിപ്പിൽ അറിയിച്ചിട്ടുണ്ട്. പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാണെന്ന് കരുതുന്നു. ഇതുപോലെ ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കൺ എനേബിൾ ചെയ്ത് വെക്കുക. മറ്റൊരു വീഡിയോ കാണാം. ഇതുവരെ ബൈ.